നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി റോഡിൽ കാട്ടാന കാർ ആക്രമിച്ചു. ജില്ലയിലെ 500ാമത് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളും ലില്ലി എഴുന്നള്ളിപ്പും ജനുവരി 18, 19, 20 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടിയിൽ വേദിയൊരുങ്ങിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷയരോഗമുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രവും വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി വിളംബര ജാഥയും ബോധവൽക്കരണവും നടത്തി. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി റോഡിൽ കാട്ടാന കാർ ആക്രമിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6:15 കണ്ണംകുഴി ശിവക്ഷേത്രത്തിന് സമീപത്താണ് കാട്ടാന കാർ ആക്രമിച്ചത്. ഷൂട്ടിംഗ് തൊഴിലാളികളുമായി വെറ്റിലപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കണ്ണൻകുഴി സ്വദേശി അനിലിന്റെ വാഹനമാണ് ആന കുത്തി ഉയർത്തിയത്. വാഹനത്തിന് പുറകിലിരുന്ന ആളുകൾ ഇറങ്ങി ഓടി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇരുവശങ്ങളിലും ഫെൻസിംഗ് തിരിച്ചതോടെ റോഡിലെത്തിയ കാട്ടാനയ്ക്ക് കടന്നുപോകാൻ കഴിയാതെ വിഷമിക്കുന്ന സമയത്താണ് വാഹനങ്ങൾ വന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം റോഡരികിൽ നിന്ന കാട്ടാന 7:30യോടെ പ്ലാന്റേഷൻ വാലിക്ക് സമീപം ഫെൻസിംഗ് തകർത്ത് പുഴയിലേക്ക് ഇറങ്ങി കാടുകയറി. അവിടുന്ന് നമ്മൾ നേരെ വരുന്ന വഴി ആന സൈഡിൽ നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിരുന്നു. ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ യാതൊരു പ്രകോപനമില്ലാണ്ട് ആന നേരിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വരിക ചെയ്തത്. വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ വേറെ വണ്ടികൾ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മേത്ത് തട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി സൈഡ് ഒതുക്കി ആന വരുന്ന വഴിയിൽ ഓപ്പോസിറ്റ് ഇങ്ങനെ റൈറ്റ് കയറ്റിയെടുത്ത് വഴി ആന സൈഡിൽ വന്ന് ഇത് കുത്തി വണ്ടി പൊന്തിച്ചു വഴി ഒരുത്തൻ ഇറങ്ങി ഓടിയാൻ വീണു. അപ്പോൾ തന്നെ വണ്ടിയിൽ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വണ്ടി റൈസ് ചെയ്ത് അങ്ങനെ നിന്ന് വണ്ടി ആന പൊന്തിച്ച് നിൽക്കുകയായിരുന്നു വണ്ടി. പിന്നെ ആൾ പിടിവിട്ടപ്പോൾ ഞാൻ വണ്ടി മുന്നോട്ടെടുത്ത് പോകുന്നുണ്ട്. ജില്ലയിലെ 500ാമത് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റോർ പദ്ധതി പൂർണ്ണമാകുമ്പോൾ കേരളത്തിലുള്ള 14,100 റേഷൻ കടകളിൽ നിന്ന് എവിടെ നിന്നും സാധാരണക്കാരന് സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് അരി വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി മന്ത്രി GR അനിൽ പറഞ്ഞു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കീഴിൽ തൃശൂർ ജില്ലയിലെ പ്രവർത്തനം ആരംഭിക്കുന്ന 500ാമത് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ജനകീയമായ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് തൃശൂർ. തൃശൂരിലെ 311 നമ്പർ റേഷൻ കടയിലാണ് കേരളത്തിൽ ആദ്യമായി കെ സ്റ്റോർ ആരംഭിച്ചത്. ഇപ്പോൾ ഇത് 500 എണ്ണമായി. ഇത് തൃശൂർ ജില്ലയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 2000 റേഷൻ കടകളിലാണ് കെ സ്റ്റോർ സൗകര്യം ഏർപ്പെടുത്താൻ ലക്ഷ്യം വച്ചിരുന്നത്. 20 മാസങ്ങൾക്കുള്ളിൽ 1720 കടകളിൽ ഈ സേവനം ലഭ്യമാക്കി. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനമായി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ താലൂക്കിലെ 357 നമ്പർ റേഷൻ കടയാണ് 500ാമത് കെ സ്റ്റോറായി മാറിയത്. സഞ്ചരിക്കുന്ന റേഷൻ കടകൾ മുഖേന കെ സ്റ്റോർ സൗകര്യങ്ങൾ ആദിവാസി ഊരുകളിൽ എത്തിക്കുന്ന പദ്ധതി ചടങ്ങിൽ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ജില്ലയിൽ 15 ആദിവാസി ഊരുകളിലായി 520 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ മുകുന്ദ് ഠാക്കൂർ, ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വളരെ സാധാരണക്കാരായ കുടുംബങ്ങളെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് ഇവിടെ പറഞ്ഞ സഞ്ചരിക്കുന്ന റേഷൻ കട. ആദിവാസി ഊരുകളിൽ
ഈ ജില്ലയിലെ 15 ആദിവാസി ഊരുകളിലായി 520 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ പ്രയോജനമുണ്ട്. അവരെ ഊരുകളിൽ, അവരെ സങ്കേതങ്ങളിൽ ഭക്ഷ്യധാന്യം ഗവൺമെൻറ് ചിലവിലെത്തിച്ചു കൊടുക്കുകയാണ്. അതെന്താ കാര്യം? അവർക്ക് 6, 7, 10 കിലോമീറ്റർ സഞ്ചരിച്ച് റേഷൻ വാങ്ങാൻ കടയിൽ വരേണ്ടുന്ന അവസ്ഥ പല ഘട്ടങ്ങളിലും പ്രയാസകരമാകുമ്പോൾ അവർ അരി വാങ്ങുന്നത് ഉപേക്ഷിക്കും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളും ലില്ലി എഴുന്നള്ളിപ്പും ജനുവരി 18, 19, 20 തീയതികളിൽ ആഘോഷിക്കുമെന്നും തിരുനാൾ കൊടിയേറ്റം ബുധനാഴ്ച രാവിലെ 6:20 നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലി, നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ തോമസ് കൂട്ടാല കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടാകും. രാത്രി 10:30 മുതൽ വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്ന് ദേവാലയ അങ്കണത്തിലേക്ക് അമ്പ് പ്രദക്ഷിണം എത്തിച്ചേരും. തിരുനാൾ ദിനമായ ഞായറാഴ്ച 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആന്റോ പാണാടൻ മുഖ്യകാർമ്മികത്വം വഹിക്കും. ഫാദർ ജോബി ഇല്ലിമൂട്ടിൽ സഹകാർമ്മികത്വം വഹിക്കും. ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3:45 ദിവ്യബലിയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും 7 സൗണ്ട് ഷോ, ഫയർ ഷോ എന്നിവയും ഉണ്ടാകും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ വർഗീസ് കോമ്പാരക്കാരൻ, വർഗീസ് തൊമ്മാന, ജോസ് മാത്യു ഊക്കൻ, പിയാറോ ജോയ്സ് തെക്കുംതല എന്നിവർ പങ്കെടുത്തു. ഔസപിതാവിൻ്റെ ലില്ലി എഴുന്നള്ളിപ്പ് വൈകിട്ട് 11:30 മണിയോടുകൂടി സമാപനം, അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വീടുകളുടെ കൂടി വലിയൊരു ആഘോഷമാണ് ഈ അമ്പ് തിരുനാൾ എന്ന് പറയുന്നത്. മറ്റ് ആഘോഷങ്ങളൊക്കെ പലപ്പോഴും പള്ളിയുടെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ ഇത് നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ആഘോഷം ഉണ്ട്. വീടുകളിലേക്കും അമ്പ് എഴുന്നള്ളിപ്പ്, ലില്ലി എഴുന്നള്ളിപ്പ് നടക്കുന്നു. അപ്പോൾ ഇത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ്. കൊടകര ഫൊറോന പള്ളിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. എല്ലാവരെയും സാദരം അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥം നമുക്ക് തേടുകയും ചെയ്യാം. വിജയ് ഫീഡ്സ് ആൻഡ് ഫാംസിന്റെ ഫീഡ് ഷോപ്പ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ മറ്റത്തൂർക്കുന്നിൽ വിജയ് കാലിത്തീറ്റ, കോഴിത്തീറ്റ കമ്പനിയോട് ചേർന്ന് ആരംഭിക്കുന്ന ഫീഡ് ഷോപ്പിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ ഷോറൂം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിക്കും. മറ്റത്തൂർ ദേവാലയ വികാരി ഫാദർ തോമസ് കൂട്ടാല അനുഗ്രഹ പ്രഭാഷണം നടത്തും. പഞ്ചായത്ത് അംഗങ്ങളായ സനല ഉണ്ണികൃഷ്ണൻ, KR ഔസേപ്പ്, KS ബൈജു, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി നെടുമ്പാക്കാരൻ തുടങ്ങിയവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമ്പനി ഡയറക്ടർ ഫ്രാൻസിസ് ഏറ്റുമാനുകാരൻ, ഡയറക്ടർ ജെൻസൺ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ പബ്ലിക്കിന് ഈ തീറ്റകൾ എല്ലാം സൗകര്യപ്രദമായി ലഭിക്കുന്നതിന് വേണ്ടി മറ്റത്തൂർ കുന്നിലെ കമ്പനിയോട് ചേർന്ന് തന്നെ വലിയ ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നാളെ രാവിലെ, അതായത് ജനുവരി 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ അതിൻ്റെ ഉദ്ഘാടനം മറ്റത്തൂർ കുന്നിൽ വെച്ച് നിർവഹിക്കുന്നു. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടിയിൽ വേദി ഒരുങ്ങിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 40ാമത് ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി ഇൻഡോർ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ 16 മുതൽ 19 വരെയാണ് നടക്കുക. 16-ാം തീയതി രാവിലെ 9 മണിക്ക് MP ബെന്നി ബഹനാൻ മത്സരം ഉദ്ഘാടനം ചെയ്യും. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എബി ജോർജ് നിർവഹിക്കും. സൗത്ത് സോണിൽ നിന്നും നോർത്ത് സോണിൽ നിന്നുമായി പുരുഷ വനിതാ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ഇവിടെ നടക്കുന്ന മത്സരത്തിൽ നിന്നാണ് സംസ്ഥാന ടീമിനെ തെരഞ്ഞെടുക്കുന്നത്. പുരുഷ വിഭാഗത്തിലെ വിജയികൾക്ക് പനമ്പിള്ളി രാഘവമേനോൻ റോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് ജയവിലാസത്തിൽ സതീശൻ മെമ്മോറിയൽ ട്രോഫിയും, വനിതാ വിഭാഗത്തിലെ മത്സര വിജയികൾക്ക് പാലമറ്റത്തിൽ കുറ്റിയിൽ ഇട്ടൂപ്പ് റോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് പാലമറ്റത്ത് കുറ്റിയിൽ ജോസ് ഇട്ടൂപ്പ് മെമ്മോറിയൽ ട്രോഫിയും സമ്മാനമായി നൽകുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, അഡ്വക്കേറ്റ് PI മാത്യു, ബാബു, ജോഷി ജോർജ്, T കൃഷ്ണൻകുട്ടി, ശശിധരൻ പനമ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും ചാലക്കുടി വോളി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ സംസ്ഥാന യൂത്ത് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്.
അതിൽ 16-17 ദിവസം നോർത്ത് സോണിൻ്റെ ക്വാളിഫയിങ് മത്സരങ്ങളാണ്. നോർത്ത് സോൺ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ പുരുഷ വനിതാ ടീമുകളാണ് മത്സരിക്കുന്നത്. അതിൽ നിന്ന് 1, 2, 3 സ്ഥാനക്കാരെ തിരഞ്ഞെടുത്ത് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി അതിരപ്പള്ളി പഞ്ചായത്തിൽ ക്ഷയരോഗ മുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രവും വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി വിളംബര ജാഥയും ബോധവൽക്കരണവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി 4B EJ, പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ മിനിമോൾ N എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥ് സ്വാഗതവും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കൺവീനർ ലിജി അയ്യാർ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടിയിൽ ബാറിൽ അടിപിടിയുണ്ടാക്കിയ 2 പേരെ പോലീസ് പിടികൂടി. ചാലക്കുടി ടൗണിലെ ബാറിൽ അടിപിടിയുണ്ടാക്കിയതിന് 2 പേർ അറസ്റ്റിൽ. ബാർ മാനേജറെ കല്ലുകൊണ്ട് ദേഹത്ത് ഇടിച്ചു പരിക്കേൽപ്പിക്കുകയും ബാർമാനെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ കോർമല സ്വദേശികളായ മോറേലി ചാർലി വർഗീസ് 25 വയസ്സ്, തീതായി ഡെൽവിൻ ഡേവിസ് 28 വയസ്സ് എന്നിവരെയാണ് SHO MK സജീവ് അറസ്റ്റ് ചെയ്തത്. 13:05 സിദ്ധാർത്ഥ ബാറിൽ മദ്യലഹരിയിൽ ബാറിലെ ബാർമാനോട് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരനെയും മാനേജരെയും മർദ്ദിക്കുകയും ചെയ്തതായാണ് കേസ്. മാനേജറെ കല്ലുകൊണ്ട് തലയ്ക്ക് ഇടിക്കാൻ ശ്രമിച്ചെങ്കിലും കൈകൊണ്ട് തടഞ്ഞതിനാൽ കൈക്കാണ് പരിക്കേറ്റത്. വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി റോഡിൽ കാട്ടാന കാർ ആക്രമിച്ചു. ജില്ലയിലെ 500ാമത് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളും ലില്ലി എഴുന്നള്ളിപ്പും ജനുവരി 18, 19, 20 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടിയിൽ വേദിയൊരുങ്ങിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷയരോഗമുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രവും വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി വിളംബര ജാഥയും ബോധവൽക്കരണവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.